എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ മാത്സിന്റെ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഓഫ് ദി പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ സീക്വൻസ് 1, 4, 9 എക്സെട്ര. അതായത് 1, 4, 9 അങ്ങനെ പോകുന്നുണ്ടല്ലോ എന്ന് പൂർണ്ണവർഗ സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതായിരിക്കും? നമുക്കറിയാം 1 എന്ന് പറയുമ്പോൾ അതിന്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ 1 തന്നെയാണ് വരുന്നത്. 4 എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? 2ന്റെ സ്ക്വയർ ആണ് അല്ലേ. 9 എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ അടുത്ത ഏതായിരിക്കും വരുന്നത്? 4ന്റെ സ്ക്വയർ വരും. 4ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 16 അല്ലേ. 16 ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, റീഡ് ദ 2 സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, എന്നിട്ട് കറക്റ്റ് ഓപ്ഷൻ അവിടെ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഇഫ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 17, then സം ഓഫ് തേർഡ് ആൻഡ് ഫോർത്ത് ടേം ഓൾസോ ഈസ് 17. അതായത് സം ഓഫ് സെക്കൻഡ്, അതായത് x2 പ്ലസ് x5 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 70 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ x3 പ്ലസ് x4 എന്ന് പറഞ്ഞിരിക്കുന്നു 70 എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അതാണ് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇഫ് ദ സം ഓഫ് 2 പൊസിഷൻസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് അതർ 2 പൊസിഷൻസ് then the sum of terms at each pair is the same. അരിത്തമെറ്റിക് സീക്വൻസിലെ എന്താണ്? ഏതെങ്കിലും 2 സ്ഥാനങ്ങളുടെ ഇല്ല തുക എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റ് 2 സ്ഥാനങ്ങളുടെ തുകയ്ക്ക് തുല്യമാണെങ്കിൽ അവ എന്താണ്? അതിന്റെ ആ ജോഡിയിലെ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ശരിയാണല്ലോ 2 സ്റ്റേറ്റ്മെന്റും. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എടുക്കുകയാണെങ്കിൽ 2 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലേ 2 പദങ്ങളുടെ തുക ഈക്വൽ ആവുക, അങ്ങനെ ആവുകയാണെങ്കിൽ ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഏത് പേരിന്റെ തുകയ്ക്ക് അവിടെ തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണല്ലോ 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. അത് വരൂല. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ്, അത് റോങ് ആണ്. Both the statements are true. Statement 2 is a correct reason for the statement 1. ശരിയാണല്ലോ 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പ്രസ്താവന 1ന്റെ കാരണമാണ് പ്രസ്താവന 2 എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ? 4ാമത്തെ ഓപ്ഷൻ വരികയില്ല. അപ്പൊ സി ആണ് കേട്ടോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വെയർ ഈച്ച് ടേം ലീവ്സ് റിമൈൻഡർ 4 ഓൺ ഡിവിഷൻ ബൈ 6. ഈസ് ദിസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വൈ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? 6 കൊണ്ട് ഹരിച്ചാൽ അല്ലെ, 6 കൊണ്ട് ഹരിച്ചാൽ 4 മിച്ചം വരുന്ന എണ്ണൽ സംഖ്യാശ്രേണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 6 കൊണ്ട് ഹരിക്കണം. 6 കൊണ്ട് ഹരിക്കുമ്പോൾ 4 റിമൈൻഡർ വരണം. അപ്പൊ അങ്ങനെയുള്ള എണ്ണൽ സംഖ്യാശ്രേണി എഴുതുക. ഇത് സമാന്തര ശ്രേണിയാണോ എന്തുകൊണ്ടെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 6 കൊണ്ട് ഹരിച്ചാൽ 4 മിച്ചം വരണം ഇല്ല. 6 കൊണ്ട് ഹരിച്ചാൽ 4 മിച്ചം വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സീക്വൻസ് ഏതൊക്കെയായിട്ട് എഴുതാൻ സാധിക്കും? 6 കൊണ്ട് ഹരിച്ചാൽ 4 മിച്ചം വരണം. അപ്പൊ എന്താ നോക്കിയേ, ആദ്യത്തെ സീക്വൻസ് ഏതായിരിക്കും? 4 ആയിരിക്കുമല്ലോ. അടുത്ത ഏത് വരും? അടുത്തത് 10 വരുവല്ലേ. 6 കൊണ്ട് ഹരിച്ചാൽ 4 മിച്ചം വരും. നിങ്ങൾ ആലോചിച്ച് നോക്കുക. 6 കൊണ്ട് ഹരിച്ചാൽ 4 മിച്ചം വരിക. 10 എടുക്കുക. 10നെ നമ്മൾ 6 കൊണ്ട് ഹരിച്ചാൽ 4 മിച്ചം വരും. അടുത്ത ഏത് വരും? അടുത്തത് 16 വരും. 16 ആണ്. 16നെ നമുക്ക് 6 കൊണ്ട് ഹരിക്കുക. 16നെ 6 കൊണ്ട് ഹരിച്ചാലും എത്രയാണ്? 4 മിച്ചം വരും. അപ്പൊ ഇങ്ങനെയാണ് ആ സീക്വൻസ് പോകുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇത് സമാന്തര ശ്രേണിയാണോ എന്ന് ചോദിച്ചത്. സമാന്തര ശ്രേണിയാണോ ഇത്? സമാന്തര ശ്രേണിയാണ്. കാരണം എന്താണ്? ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് എത്ര വരും? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര? 6 അല്ലേ. കോമൺ ഡിഫറൻസ് 6 ആണ്. അതുകൊണ്ട് ഇത് സമാന്തര ശ്രേണിയാണ്. യെസ്, ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണ്. കാരണം എന്താണ്? എന്തുകൊണ്ടാണ്? കോമൺ ഡിഫറൻസ് അല്ലെ. കോമൺ ഡിഫറൻസ് ഇവിടെ തുല്യമാണ് ഇല്ലേ. കോമൺ ഡിഫറൻസ് തുല്യമാണ്, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് 6 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അതിന്റെ ഒരു ബി പാർട്ടാണ് കേട്ടോ. 3ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ബി ആണ്. റൈറ്റ് ദ സീക്വൻസ് ഓഫ് റിമൈൻഡേഴ്സ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദ ഓഡ് നമ്പേഴ്സ് ബൈ 10. ഈസ് ദിസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വൈ? അതായത് ഒറ്റ സംഖ്യകളെല്ലാം 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടങ്ങളുടെ ശ്രേണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ സംഖ്യകളെല്ലാം 10 കൊണ്ട് ഹരിക്കുക. ഒന്ന് എഴുതി നോക്കിക്കുക. ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ 1നെ 10 കൊണ്ട് ഹരിക്കുക. ദെൻ അടുത്ത ഏതാണ്? 3 വരും അല്ലെ. 3നെ 10 കൊണ്ട് ഹരിക്കാം. ദെൻ 5നെ 10 കൊണ്ട് ഹരിക്കാം. പിന്നെ ഏതാണ്? 7നെ 10 കൊണ്ട് ഇല്ലേ. ദെൻ 9നെ 10 കൊണ്ട്. ഞാൻ ഇങ്ങനെ എഴുതുവാണ് കേട്ടോ. 2 തന്നെ എഴുതുവാണ്. 11നെ 10 കൊണ്ട് ഹരിക്കാം. 13നെ 10 കൊണ്ട് ഹരിക്കാം. അപ്പൊ ഇങ്ങനെ അങ്ങ് എഴുതുവാണ്. അപ്പം ഒറ്റ സംഖ്യകളിലെല്ലാം 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടങ്ങളുടെ ശ്രേണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ശ്രേണി എഴുതുക. അപ്പൊ അതിന്റെ ശിഷ്ടങ്ങളുടെ ശ്രേണി നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? 1/10. 1/10 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 1 റിമൈൻഡർ 1 വരും.
3/10 എന്ന് പറഞ്ഞാലോ 3/10 റിമൈൻഡർ 3 ആണ് വരുന്നത്. 5/10 അല്ലേ, 5/10 എടുത്താലും റിമൈൻഡർ 5 വരും. 7/10 എടുത്താലും റിമൈൻഡർ 7 ആണ് വരുന്നത്. 9/10 എടുത്താലും റിമൈൻഡർ എത്ര വരും, 9 ആണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞാൽ? അതായത് 10ൽ താഴെയുള്ള ഏതൊരു സംഖ്യ ഉപയോഗിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്താലും ആ സംഖ്യ തന്നെയായിരിക്കും റിമൈൻഡർ ആയിട്ട് വരുന്നത്. ഇനി 11 നോക്കിയേ, 11നെ ഹരിച്ച് നോക്കിയേ, 11 ഡിവൈഡ് ബൈ 10 ഇല്ല, ഒരു പ്രാവശ്യം വരും. ദെൻ റിമൈൻഡർ അവിടെ എത്രയാണ്, 1 വരുന്നുണ്ട് അല്ലെ. റിമൈൻഡർ എത്ര വന്നു, 1 വന്നു. അപ്പൊ ഇവിടെ എത്രയാണ് റിമൈൻഡർ വന്നു, 1 ആണ് വന്നതല്ലേ, 1 വന്നു. അടുത്ത് നോക്കി 13നെ നോക്കിയേ, 13 ഡിവൈഡ് ബൈ 10 അവിടെ എത്ര വന്നു, 10 വന്നു. റിമൈൻഡർ ഇവിടെ 3 വന്നു. മനസ്സിലായല്ലോ, ക്ലിയർ ആയ പറഞ്ഞു. അടുത്ത 15 നോക്കി, 15 ഡിവൈഡ് ബൈ 10 ചെയ്തപ്പം 10 വന്നു. ദെൻ റിമൈൻഡർ ഇവിടെ എത്രയാണ്, 5 ആണ് വന്നത്. അപ്പൊ സംഖ്യാശ്രേണി ഈ രീതിയിൽ വരും, 1 3 5 7 9, പിന്നെ 1 3 5 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക. ക്ലിയർ ആണ്. അപ്പൊ ഇതൊരു സമാന്തര ശ്രേണിയാണോ, അല്ല, ഇല്ല, ഒരു സമാന്തര ശ്രേണിയല്ല. അതിന് കാരണം എന്താണ്, കോമൺ ഡിഫറൻസ് എല്ലായിടത്തും ശരി ഒരുപോലെയാണോ, അല്ലത് ഇവിടെ വന്നു കഴിയുമ്പോൾ കോമൺ ഡിഫറൻസ് വ്യത്യാസം വന്നില്ലേ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? അപ്പൊ എന്താണ്, ഒരു സമാന്തര ശ്രേണിയല്ല. അതിന് കാരണം എന്താണ്, the common difference is not the same എന്ന് പറയാം അല്ലെ. common difference is not same അല്ലെ, common difference സെയിം അല്ല. അതുകൊണ്ട് എന്താണ്, അതൊരു സമാന്തര ശ്രേണി അല്ല. അടുത്ത ക്വസ്റ്റ്യൻ 14, 23, 32 അതൊരു ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് ബി 108? അതായത് ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 108 ആകുമോ? ഈ ഒരു സീക്വൻസ് ഇങ്ങനെ പോവാണ്. അപ്പൊ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 108 ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാലോ 108 ആണ്. നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്ന ഒരു ശ്രേണിയിലെ പദമാണോന്ന്? നമുക്ക് ഇവിടെ നോക്കാം. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്, D = 23 - 14 വരും. അതായത് എത്ര വരും, 9 വരും. കോമൺ ഡിഫറൻസ് D എന്ന് പറഞ്ഞിരിക്കുന്നത് 9 ആണ് വരുന്നത്. അപ്പൊ 108നെ 9 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതിയല്ലോ. അല്ല ശ്രേണിയിലെ പദമാണോ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ. 9 ഇവിടെ 1 വരും. ദെൻ എത്രയാണ്, 18 വരും. അതാണ് പൂർണ്ണമായിട്ട് റിമൈൻഡർ 0 വന്നില്ല. അപ്പൊ എന്താണ്, 108 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു ടേം ആണ്. അപ്പൊ 108 ഈസ് എ ടേം എന്ന് പറയാം ഇല്ലേ. പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് 108 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടേം ആണ്. ക്ലിയർ ആണെന്നുള്ള പറഞ്ഞത്. ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട്, ഫസ്റ്റ് പാർട്ട് അത് ചോദിച്ചു 108 ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്ത് റീസൺ പറയാം, 108 എന്ന് പറഞ്ഞാൽ 108 എന്ന് പറഞ്ഞിരിക്കുന്നത് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 എന്ന് പറയാം അല്ലേ. 108 റീസൺ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 108 ഈസ് എ മൾട്ടിപ്പിൾ അല്ലേ, മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്. അതുകൊണ്ട് ഇതിലെ ടേം ആണ്. ഈ അതിന്റെ ബി പാർട്ട് എന്താണ്, ഫൈൻഡ് ദ 15th ടേം ഓഫ് ദി സീക്വൻസ്. ആ സീക്വൻസിന്റെ എത്രാമത്തെ ടേം കണ്ടുപിടിക്കണം, 15ാമത്തെ ടേം കണ്ടുപിടിക്കണം. അതായത് x15 ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. x15 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, x15 ഫസ്റ്റ് ടേം ഉണ്ടല്ലോ, ഫസ്റ്റ് ടേമിൽ നമുക്ക് 15th ടേം കണ്ടുപിടിക്കാൻ മേലെ. അപ്പം x15 ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്, x1 പ്ലസ് എത്ര പ്രാവശ്യമാണ്, 14d ഇല്ലേ. 14 പ്രാവശ്യം d ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 15ാമത്തെ ടേം കിട്ടും. അപ്പൊ ഫസ്റ്റ് ടേം 14 ആണ്. 14 പ്ലസ് 14 ഇൻറ്റു d 9 ആണ് വരുന്നത് d. അപ്പം 14 പ്ലസ് ഇത് എത്രയാണ് വരുന്നത്, 126 വരും അല്ലേ. എത്ര വരും ആൻസർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 140 എന്ന് വരും അല്ലേ. അപ്പൊ 15ാമത്തെ ടേം നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്, 140. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഇസ് എ പൊസിഷൻ ഓഫ് 230 ഇൻ ദി സീക്വൻസ്. 230 എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ പൊസിഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ പൊസിഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, നമുക്കറിയാം പൊസിഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതായത് n ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് ഓൾജിബ്രായിക് ഫോം എഴുതാമല്ലോ. ഈ ഒരു സീക്വൻസിന്റെ നമുക്ക് എങ്ങനെ എഴുതാം, ഓൾജിബ്രായിക് ഫോം എഴുതുന്നത് എങ്ങനെയാണ്, xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. ഇത് വെച്ച് നമുക്ക് ഓൾജിബ്രായിക് ഫോം എഴുതാം. d എത്രയാണ്, d എന്ന് പറഞ്ഞാൽ 9 ആണ്. 9n പ്ലസ് ഫസ്റ്റ് ടേം 14 ആണ്. 14 മൈനസ് 9 വരും. ദാറ്റ് ഈസ് 9n എത്രയാണ് വരുന്നത്, 9n പ്ലസ് 5 എന്ന് വരും ഇല്ലേ. xn എന്ന് പറഞ്ഞു ഓൾജിബ്രായിക് ഫോം എങ്ങനെയാണ്, 9n പ്ലസ് 5 എന്ന് വന്നു. മനസ്സിലായല്ലോ. ദെൻ ആ xn ഇവിടെ തന്നിട്ടുണ്ടല്ലോ ഇല്ലേ, 230 എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. അപ്പൊ xn തന്നിട്ടുണ്ട്. അപ്പൊ n ആണല്ലോ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, xn എന്ന് പറഞ്ഞാൽ 230 ആണ്. 230 ഈസ് ഈക്വൽ ടു 9n പ്ലസ് 5 ഇല്ലേ. എന്ത് ടേം 230 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പം 9n പ്ലസ് 5 ഈസ് ഈക്വൽ ടു 230 എന്ന് എഴുതാം. ഓർ എത്രയാണ്, 9n ഈസ് ഈക്വൽ ടു 230 മൈനസ് 5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 225. 9n ആണ്. ഓർ n ഈസ് ഈക്വൽ ടു 225 ഡിവൈഡ് ബൈ 9 2 വരും അല്ലേ. 25 എന്ന് വരും അല്ലേ.
25. മനസ്സിലായി? അപ്പം എന്ന് പറഞ്ഞാൽ 25 ആവണം. അപ്പൊ എത്രാമത്തെ ടേം ആണ്? 25ാമത്തെ ടേം ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ 230 എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 51 ആൻഡ് ദ സിക്സ്ത് ടേം ഈസ് 45. അതായത് ഫോർത്ത് ടേം x4 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 51 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എത്രയാണ്? സിക്സ്ത് ടേം അല്ലെ x6 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 45 എന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. x5 നമുക്ക് അവിടെ കണ്ടുപിടിക്കണം. x5 എന്ന് പറഞ്ഞാൽ നോക്കി, ഇവിടെ x4ഉം x6ഉം തന്നിട്ടുണ്ട്. അപ്പൊ x5 എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡിൽ ടേം ആയിട്ട് വരൂലേ? അപ്പൊ മിഡിൽ ടേം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? രണ്ടും കൂടെ ആഡ് ചെയ്ത് ബൈ 2 ചെയ്താൽ മതിയല്ലോ. മനസ്സിലായി? അതായത് x4 പ്ലസ് x6 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് s5 കിട്ടും. x4 എന്ന് വെച്ചാൽ 51 ആണ്. ദെൻ x6 എന്ന് പറഞ്ഞിരിക്കുന്നത് 45 ആണ് ഡിവൈഡ് ബൈ 2 അല്ലേ? അപ്പൊ എത്രയാണ് വരുന്നത്? 96 അല്ലെ? 96 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 48 എന്ന് വരും അല്ലെ? 48. അപ്പൊ x5 നമുക്ക് ഇവിടെ കിട്ടി. x5 ഈസ് ഈക്വൽ ടു എത്രയാണ്? 48. മനസ്സിലായല്ലോ? അപ്പൊ x4 x5 x6 കിട്ടി. ഇനി അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്? സെക്കൻഡ്, വാട്ട് നമ്പർ ഈസ് ടു ബി ആഡഡ് ടു ദ ഫിഫ്ത്ത് ടേം ടു ഗെറ്റ് ദ ഫസ്റ്റ് ടേം. അതായത് ഫിഫ്ത്ത് ടേമിന്റെ കൂടെ, ഫിഫ്ത്ത് ടേം നമുക്ക് ഇവിടെ കിട്ടി. ഫിഫ്ത്ത് ടേമിന്റെ കൂടെ ഏത് ടേം കൂട്ടിയാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ടേം നമുക്ക് കാണാമല്ലോ. ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ x1 ഈസ് ഈക്വൽ ടു ഫിഫ്ത്തിൽ നിന്നാണ്. അപ്പൊ നമുക്കറിയാം ഫിഫ്ത്തിൽ നിന്ന് 4d ഇല്ലേ? 4d ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. ഇവിടുന്ന് ഡി കണ്ടുപിടിക്കാമല്ലോ. ഡിയുടെ വാല്യൂ എത്രയാണ് വരുന്നത്? ഡി ഈസ് ഈക്വൽ ടു, ഡി എത്ര വരും? 48 മൈനസ് 51 അല്ലേ? എത്ര വരും ഡിയുടെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഡി ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ x4ഉം x5ഉം x6ഉം കിട്ടിയല്ലോ. അപ്പൊ എത്രയാണ് വരുന്നത്? ഡി എന്ന് പറഞ്ഞാൽ 3 എന്ന് വരും അല്ലേ? -3 ആണ് നമുക്കിവിടെ ഡി വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫിഫ്ത്ത് ടേമിനോടത്ത് ഏത് കൂട്ടിയാൽ ഫസ്റ്റ് ടേം കിട്ടുന്നില്ല. അപ്പൊ ഫിഫ്ത്ത് ടേമിന്റെ കൂടെ നമ്മൾ 4d കൂട്ടണം ഇല്ലേ? അപ്പൊ ഏതാണ്? 4d ഈസ് ഈക്വൽ ടു 4d ചെയ്താൽ പോരെ. 4d എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. 4 × d എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? -3 ആണ് അല്ലേ? 4 × -3 ആണ് വരുന്നത്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 വരും അല്ലേ? അതായത് -12 വരും. 4d എന്ന് പറഞ്ഞിരിക്കുന്നത് -12 ആണ്. 4d -12 ആണ്. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു മൈനസും ഉണ്ട്. ഈ മൈനസും കൂടെ വരുമ്പോൾ എത്രയാണ്? +12 വരും ഇല്ലേ? അപ്പം നമുക്കറിയാം. അപ്പൊ എങ്ങനെ എഴുതാൻ സാധിക്കും? അപ്പൊ എത്ര കൂട്ടണം? 12. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞാൽ? അല്ലെങ്കിൽ നിങ്ങൾ -4d ഈസ് ഈക്വൽ ടു ഇങ്ങനെ ചെയ്ത് അപ്പൊ -4 × അപ്പൊ ഇത് പ്ലസ് ആയിട്ട് മാറും. ക്ലിയർ ആണോ? അപ്പൊ ഇത്ര ഏത് കൂട്ടണം എന്നല്ലേ ചോദിച്ചു. അപ്പൊ ഇത്രയും ഇവിടെ നമ്മൾ എടുത്തു. അതാണ് -4 എന്ന് എടുത്തു. അപ്പൊ ഏത് കൂട്ടണം? ഇവിടെ +12 കൂടെ കൂട്ടിയാൽ കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഏതാണ് കൂട്ടണ്ടേ? 12 മസ്റ്റ് ബി ആഡഡ് എന്ന് പറയാം കേട്ടോ. 12 മസ്റ്റ് ബി ആഡഡ്. 12 ആണ് ആഡ് ചെയ്യേണ്ടത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ആദ്യത്തെ 3 ടേംസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഫോർത്ത് ടേമും കിട്ടി, ഫിഫ്ത്ത് ടേമും കിട്ടി, സിക്സ്ത് ടേമും കിട്ടി ഇല്ലേ? അപ്പൊ ഫസ്റ്റ് ടേം നമുക്കറിയാം കോമൺ ഡിഫറൻസ് ഇവിടെ കിട്ടിയല്ലോ. കോമൺ ഡിഫറൻസ് നമുക്ക് എത്രയാണ്? -3 ആണല്ലേ വന്നത്. -3 ആണ്. ഇതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാമല്ലോ അല്ലെ? ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ x5 48 ആണ്. മൈനസ് അല്ലേ? മൈനസ് ദെൻ 4 × d എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയായിട്ട് വരും? ഡി നമുക്ക് -3 ആണെന്ന് കിട്ടിയായിരുന്നു ഇല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ആണ് 48 + 12 ഇല്ലേ? 48 + 12 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 60 വരും ഇല്ലേ? 60 വരും. അപ്പൊ ഫസ്റ്റ് ടേം കിട്ടി. അതായത് x1 ഇല്ലേ? x1 നമുക്ക് 60 കിട്ടി. ഇനി x1 60 കിട്ടിയെങ്കിൽ സെക്കൻഡ് ടേം എത്രയാണ്? -3 ഇല്ല? -3 ആഡ് ചെയ്ത് വെച്ചാൽ മതി. അതായത് 57 വരും. 57 വരും. ദെൻ അടുത്ത എത്രയാണ്? 54 വരും ഇല്ല? -3 ആഡ് ചെയ്യാം. അപ്പം ആദ്യത്തെ 3 ടേമും നമുക്ക് അവിടെ കിട്ടും. 60, 57, 54 ഇല്ല? അടുത്ത ഫോർത്ത് ടേം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഫോർത്ത് ടേം എത്രയാണ്? 51 ആണ്. ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ 48 ആണ്. സിക്സ്ത് ടേം എന്ന് പറഞ്ഞാൽ 45 ആണ്. അപ്പൊ ആദ്യത്തെ ഈ 3 ടേം കണ്ടുപിടിക്കാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി അതിന്റെ 5ാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിന്റെ ബി പാർട്ടാണ് കേട്ടോ. നോക്കാം. The sum of first 7 terms of an arithmetic sequence is 133 and the sum of first 14 terms is 511 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ആദ്യത്തെ 7 ടേമുകളുടെ തുക. ആദ്യത്തെ 7 ടേം എന്ന് പറയുമ്പോൾ ഞാൻ എഴുതാം അങ്ങോട്ട്. x1 + x2 + x3 + x4 + x5 x6 x7 ഇതിന്റെ തുക എന്ന് പറയുന്നത് 133 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 14th ടേം, അത് കഴിഞ്ഞിട്ട് വരുന്ന ബാക്കി ഒരു 7 ടേമും കൂടെ വരും. അപ്പൊ അതിന്റെ തുക എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്?
മനസ്സിലായി പറഞ്ഞത്. അതായത് ഇത് കഴിഞ്ഞ് വരുന്ന അടുത്ത 7 ടേമും കൂടെ വരും. അതായത് ഇപ്പം സം ഓഫ് 7 ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് 133 ആണ്. സം ഓഫ് 14 ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് 511 ആണ്. അപ്പം ഈ സം ഓഫ് 7ന്റെ കൂട്ടത്തിൽ അടുത്തൊരു സം ഓഫ് 7 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 511 കിട്ടുന്നത്. മനസ്സിലായാലും ഐഡിയ കിട്ടില്ല. അതായത് ഇതിനടുത്ത് അടുത്തൊരു 7 ടേം കൂടെ വരുമ്പോൾ അത്രയാണ് 511 കിട്ടും. ഇനി എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. വാട്ട് ഈസ് ദ ഫോർത്ത് ടേം? x4 ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. x4 എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കിയാൽ ഈ ഒരു ഇതിൽ എഴുതിയിരിക്കുന്ന x4 എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ നമ്മൾ ഓരോരോ പെയറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പെയറാണ്, അടുത്ത പെയർ ഇത് വരും, അടുത്ത x4 എന്ന് പറഞ്ഞിരിക്കുന്നത് മിഡിൽ ടേം ആയിട്ട് വരികയല്ലേ. x4 എന്താണ്? മിഡിൽ ടേം ആണ്. അപ്പൊ മിഡിൽ ടേം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇക്വേഷൻ അറിയാലോ, സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ഇല്ലേ. അതായത് സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിഡിൽ ടേം കിട്ടും. അപ്പൊ സം ഇവിടെ തന്നിട്ടുണ്ട് 133 ആണ്. എത്ര ടേം ആണുള്ളത്? 7 ടേം ആണുള്ളത് അല്ലേ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ എത്ര കിട്ടും? 133 ഹരണം 7 എന്ന് പറയുമ്പോൾ ആൻസർ 19 കിട്ടും. അതായത് നാലാമത്തെ പദം ഇല്ലേ, നാലാമത്തെ പദം എത്രയാണ്? 19 എന്ന് കിട്ടി. ഇനി അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ 11th ടേം എന്ന് ചോദിച്ചിട്ടുണ്ട്. 11th ടേം അല്ലെ. 11th ടേം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ നമുക്ക് 7 ടേമിനെ ഇവിടെ കിട്ടി. അടുത്ത 7 ടേമിനെയും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് x1 എഴുതുവാണെന്നുണ്ടെങ്കിൽ x1 പ്ലസ് x2 പ്ലസ് x3 14 കണ്ടോ. അപ്പൊ ഇത്രത്തിന്റെ തുകയാണ് എത്രയാന്ന് പറയുന്നത്? 511 പറഞ്ഞു. അപ്പം ഇവിടം വരെയുള്ളതിന്റെ അറിയാം, നമുക്കറിയാം. ഇവിടം വരെയുള്ളതിന്റെ തുക എത്രയാണ്? 133 ആണ്. അപ്പൊ ബാക്കി ഇതിന്റെ തുക എത്രയായിട്ട് വരും? ഇവിടെയുള്ള ഒരു ടേം അല്ലേ ഈ x11. അപ്പൊ ഇതിന്റെ ഇത്രത്തിന്റെ എത്രയായിട്ട് വരും? എത്ര എഴുതാന്ന് വെച്ചാൽ മതി? 511 ഇല്ല, 511 ഈ 133 കുറച്ചാൽ നമുക്ക് ഇതിന്റെ തുക കിട്ടുമല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 511 130 കുറച്ചാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന 378 കിട്ടും. മനസ്സിലായില്ല? 378. അതായത് x8 കേട്ടോ, x8 x9 x10 x11 12 13 14 ഇല്ലേ. ഇത്രത്തിന്റെ തുക എത്ര കിട്ടി? 378 കിട്ടി. ഇതാന്ന് നോക്കി x11 ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. x11 എന്ന് വെച്ചാൽ എന്തായിട്ട് വരും? മിഡിൽ ടേം ആയിട്ട് വരികയല്ലേ. അപ്പൊ എന്ത് കണ്ടുപിടിക്കാം? ഇതേ രീതി നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ സം ഡിവൈഡ് ബൈ, അതായത് 378 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ഇവിടെ എത്രയാണ്? 7 ആണ് അല്ലേ. നമ്പർ ഓഫ് ടേംസ് 7 ആണ്. അപ്പം ഇത് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 54 എന്ന് ആൻസർ കിട്ടും കേട്ടോ. x11 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 54 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി തേർഡ് പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3 പദങ്ങൾ എഴുതുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്? നമുക്കറിയാം x4 ഉണ്ട് അല്ലേ. x4ന്റെ വാല്യൂ കിട്ടിയാണ്. x4 എന്ന് വെച്ചാൽ 19 ആണ്. x11 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 54 കിട്ടി. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ 3 ടേമുകളാണ്. അത് x1 x2 x3 അത് കണ്ടുപിടിക്കാം. അപ്പൊ അതിന് മുന്നേ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഉണ്ടല്ലോ, TD ഡിവൈഡ് ബൈ PD. ഇത് വെച്ച് ചെയ്യാമല്ലോ. അപ്പൊ എത്രയാണ്? 54 മൈനസ് 19 ഡിവൈഡഡ് ബൈ 11 മൈനസ് 4 എന്ന് വരും ഇല്ല. അപ്പൊ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 35 ഡിവൈഡഡ് ബൈ എത്രയാണ്? 7 വരും ഇല്ലേ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് വരും ഇല്ല. അതായത് കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടി? 5 എന്ന് കിട്ടി ഇല്ലേ. കോമൺ ഡിഫറൻസ് 5 എന്ന് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാമല്ലോ ഇല്ലേ. x1 ഈസ് ഈക്വൽ ടു x4ൽ നിന്ന് x4 മൈനസ് 3D ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. x4 19 ആണ്. 19 മൈനസ് 3 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 19 മൈനസ് 15 വരും, 4 എന്ന് വരും. അപ്പം ഫസ്റ്റ് ടേം എത്രയാണ്? 4 എന്ന് വന്നു ഇല്ലേ. ഫസ്റ്റ് ടേം 4 ആണ്. അടുത്ത ടേം എത്ര വരും? ദാ കോമൺ ഡിഫറൻസ് 5 അല്ലേ. അപ്പൊ എത്രയാണ്? അടുത്ത ടേം എത്രയാണ്? 9 വരും. അടുത്ത ടേം എത്ര? 9 5 14 വരും. ഇതിന് അടുത്തത് 19. അങ്ങനെ അങ്ങ് പോകും. അപ്പം ദിസ് ഈസ് എ സീക്വൻസ്. ഫസ്റ്റ് ആദ്യത്തെ 3 പദങ്ങളാണ്. അപ്പം 4 9 14 അതാണ് ആദ്യത്തെ 3 പദങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഫിഫ്ത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 42 ആൻഡ് ഇറ്റ്സ് 8th ടേം ഈസ് 62. ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞ x5 എന്ന് പറഞ്ഞ ഏതാണ്? 42 എന്ന് കിട്ടി. അതുപോലെ തന്നെ x8 എന്ന് പറഞ്ഞ 62 എന്നും കിട്ടി. ഫൈൻഡ് സെക്കൻഡ് ടേം. ഏതാണ്? സെക്കൻഡ് ടേം ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് എന്തായാലും ആദ്യമേ കണ്ടുപിടിക്കാം. D ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് വെച്ച് 62 മൈനസ് 42 ഇല്ലേ ഡിവൈഡഡ് ബൈ എത്രയാണ് വരുന്നത്? 8 മൈനസ് 5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 20 വരും അല്ലേ. 20 ഡിവൈഡ് ബൈ 3 എന്ന് വരും. അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയാണ് വന്നത്? 20 ഡിവൈഡ് ബൈ 3 എന്ന് വന്നു.
ഇതിനെ ഞാൻ ഡെസിമൽ ഒന്നും ഇതിനെ ഞാൻ ഫ്രാക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ കിടക്കട്ടെ കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കുക? സെക്കൻഡ് ടേം ആണല്ലോ കണ്ടുപിടിക്കുക. അപ്പം സെക്കൻഡ് ടേം നമുക്ക് ഫിഫ്ത്ത് ടേമിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? x5 മൈനസ് എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം ഇല്ലേ? 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ടേം കിട്ടും. അപ്പോൾ x5 എന്ന് വെച്ചാൽ 42 ആണ്. 42 മൈനസ് 3 ഇൻറ്റു ഡി നമുക്ക് 20/3 എന്ന് വന്നു. ഈ 3യും 3യും ക്യാൻസൽ ആയിട്ട് പോയി. ദെൻ 42 മൈനസ് 20 അല്ലേ? അപ്പം എത്ര വന്നു? ദാറ്റ് ഈസ് x2 അല്ലേ? x2 ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 22 എന്ന് വന്നു അല്ലേ? x2 22 വന്നു. ആദ്യത്തെ കേസ് കഴിഞ്ഞല്ലോ. ഇനി അടുത്ത് രണ്ടാമത്തെ എന്താണ്? വാട്ട് ഈസ് എ 14th ടേം? 14ാമത്തെ പദം കണ്ടുപിടിക്കണം അല്ലേ? 14ാമത്തെ പദം കണ്ടുപിടിക്കണം. അതും ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാമല്ലോ. 14ാമത്തെ പദം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഏതെങ്കിലും കൂട്ടത്തിൽ 8ാമത്തെ പദമോ ഏതെങ്കിലും. ഇപ്പം 8ാമത്തെ പദത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 8ാമത്തെ പദത്തിൽ നിന്ന് എത്ര പ്രാവശ്യം നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? ഇത് നോക്കിച്ചാൽ 14 മൈനസ് 8 നോക്കിച്ചാൽ മതി, അതായത് 6 വരും. 6 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക ഇല്ല. അപ്പം നമുക്ക് 14ാമത്തെ ടേം വരും. അതായത് 8ാമത്തെ പദം പറഞ്ഞ് 62 ആണ്. 62 പ്ലസ് 6 ഇൻറ്റു 20/3 എന്ന് വരും. അതായത് ക്യാൻസൽ ആയിട്ട് പോയിട്ട് ഇവിടെ 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 62 പ്ലസ് 40 വരും അല്ലേ? 40 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് ഇവിടെ വരുന്നത്? 102 എന്ന് വരും. മനസ്സിലായല്ലോ? അത് x40 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര വന്നു? 102 വന്നു. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത എന്താണ്? കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 18th ടേം. ആദ്യത്തെ 18 ടേമിന്റെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 18 ടേം ഉണ്ടല്ലോ, ആ 18 ടേമിന്റെ തുക എന്ന്, അതായത് നമ്പർ ഓഫ് ടേംസ് വന്നിട്ടുണ്ട് 18 ആണ് അല്ലേ? അപ്പം ആദ്യത്തെ 18 ടേമിന്റെ തുക എന്ന് പറയുമ്പോൾ 18 ടേം ആണല്ലോ. 18 ടേം എന്ന് പറയുമ്പോൾ എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണല്ലോ. അപ്പൊ ഈവൻ നമ്പേഴ്സിന്റെ തുക കണ്ടുപിടിച്ചാൽ പോരെ. ഈവൻ നമ്പേഴ്സിന്റെ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് പെയർസ്. ഈവൻ നമ്പർ ആകുമ്പോൾ പെയർ ആണ് അല്ലേ? നമ്പർ ഓഫ് പെയർസ് ഇൻറ്റു സം ഓഫ് 1 പെയർ അല്ലേ? നമ്പർ ഓഫ് പെയർസ് ഇൻറ്റു സം ഓഫ് 1 പെയർ കാണാം. ഇനി സം ഓഫ് 1 പെയർ എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് കിട്ടി. ഇതാ ഇവിടെ നോക്കി, നമുക്ക് ഉള്ള ഏതൊക്കെയാണ്? x5 ഉണ്ട്, x8 ഉണ്ട്, x2 ഉണ്ട്, x14 ഉണ്ട്. അപ്പം ഈ പെയർ ആക്കാൻ പറ്റുമോ നോക്കി, ഏതൊക്കെ തമ്മിൽ നമുക്ക് പെയർ ആക്കാൻ പറ്റും? ആദ്യത്തെ 18 ടേം ആണുള്ളത് ഇല്ലേ? ഒന്നാമത്തെ ടേമും ആലോചിച്ച് നോക്കുക. 18 ടേം ആണുള്ളത്. ഒന്നാമത്തെ ടേമും 18ാം ടേമും പെയറാണ്. രണ്ടാമത്തെ ടേമും 17 ടേം ഇല്ലേ? രണ്ടാമത്തെ ടേമും 17 പേരാണ്. മൂന്നാമത്തെ ടേമും 16 പേരാണ്. നാലാമത്തെ ടേമും എത്രയാണ്? 15 പേരാണ്. അഞ്ചാമത്തെ ടേമും 14 പേരാണ് ഇല്ല? അഞ്ചാമത്തെ ടേം ഇവിടെയുണ്ട്. അഞ്ചാമത്തെ ടേമും 14 ഇവിടെ പേരാണ്. മനസ്സിലാകുന്നു? അപ്പൊ അങ്ങനെ എടുക്കല്ലേ. നമ്പർ ഓഫ് പേഴ്സ് എത്ര വരും? 18 ടേം അല്ലേ ആദ്യം. അപ്പൊ നമ്പർ ഓഫ് പേഴ്സ് എന്ന് പറയുമ്പോൾ 9 വരും അല്ലേ? അപ്പൊ സം ഓഫ് 1 പെയർ എന്ന് പറയുമ്പോൾ അതായത് x5 പ്ലസ് x14 അല്ലേ? ഒരു പെയറാണ്, അതിന്റെ തുക എടുക്കാം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു x5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 42 ആണ്. 42 പ്ലസ് x14 നമുക്ക് 102 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 144 വരികയല്ലേ? 144 വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1296 എന്ന് ആൻസർ വരും. അപ്പൊ സം കിട്ടി. ആദ്യത്തെ 18 പദങ്ങളുടെ തുക സം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 1296 എന്ന് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ ബി ആണ് കേട്ടോ. സെക്ഷൻ ബിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് റെഡ്യൂസ്ഡ് ബൈ 2 cm ടു മേക്ക് എ സ്മോളർ സ്ക്വയർ, ഇറ്റ്സ് ഏരിയ ബിക്കം 81 സ്ക്വയർ സെന്റിമീറ്റർ. വാട്ട് വാസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഒരു സമചതുരമാണ് കേട്ടോ. ഒരു സമചതുരം, ഇങ്ങനെ ഒരു സമചതുരമാണ്. ആ സമചതുരത്തിന്റെ ഏതാണ്? സൈഡ് ഇല്ല, വശങ്ങളെല്ലാം 2 സെന്റിമീറ്റർ വെച്ച് വരച്ചു. എല്ലാ വശത്തു നിന്ന് 2 സെന്റിമീറ്റർ വെച്ച് കുറച്ചിട്ട് എന്താക്കി ഒരു വേറൊരു സ്ക്വയർ നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിന്റെ പരപ്പളവ്, അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 81 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഈ ആദ്യം സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എത്രയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഇപ്പൊ നമുക്കറിയാം ഈ ഒരു ചെറിയ ഇതിന്റെ അല്ലേ, ഇതിന്റെ ഏരിയ 81 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യത്തേനെ നമ്മൾ എക്സ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ സമചതുരം എക്സ് ആണെങ്കിൽ അതിൽ നിന്ന് 2 കുറയ്ക്കുക അല്ലേ? 2 കുറയ്ക്കുമ്പോൾ പുതിയ സമചതുരം കിട്ടി അല്ലേ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം അതിന്റെ ഏരിയ ആണ് എന്ത്? 81 എന്ന്. അതായത് എക്സ് സ്ക്വയർ ഇല്ല, രണ്ടാമത്തേന്റെ ഇല്ല, അതായത് x-2. എക്സ് സ്ക്വയർ അല്ല, x-2 ഇല്ല. ആദ്യത്തെയാണ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ സമചതുരമാണ്. അതിന്റെ നിന്ന് 2 കുറച്ചു, രണ്ടാമത്തെ സമചതുരം കിട്ടി. അതായത് എക്സ് സ്ക്വയർ ആണല്ലോ ഏരിയ എന്ന് പറഞ്ഞപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 81, അതായത് x-2 81 എന്ന് കിട്ടി.
or x minus 2 is equal to എത്ര വരും 9 എന്ന് വരും or x is equal to 9 plus 2 that is equal to 11 വന്നു ഇല്ല അതായത് x എന്ന് പറഞ്ഞാൽ എത്രയാണ് 11 ആണ് ആദ്യത്തെ സമയത്തിന്റെ വശത്തിന്റെ നീളം എത്രയാണ് 11 ഉണ്ടല്ലോ അവിടെ ഓപ്ഷൻ ഇതാ അവിടെ ഉണ്ട് കേട്ടോ 11 ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ the algebraic form of an arithmetic sequence is 5n plus 2 what is its first term algebraic form തന്നിട്ടുണ്ട് 5n plus 2 ആണ് ശ്രേണിയുടെ ആദ്യ പദം കണ്ടുപിടിക്കാൻ അല്ലാതെ xn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5n plus 2 ആണ് ആദ്യ പദം x1 അല്ലേ ഇതിന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ മതി അപ്പോൾ 5 into 1 plus 2 വരും that is equal to 5 plus 2 എത്രയാണ് 7 അല്ലേ 7 വരും ആൻസർ എത്രയാണ് 7 ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം the product of two consecutive multiples of 4 is 672 form a second degree equation based on the given statement what are the numbers എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് product of two consecutive multiples of 4 ന്റെ കേട്ടോ അടുത്തടുത്ത മൾട്ടിപ്പിൾസ് അപ്പോൾ സപ്പോസ് ആദ്യത്തെ സംഖ്യ 4 ആവുകയാണെങ്കിൽ അടുത്ത മൾട്ടിപ്പിൾ എത്രയാണ് വരുന്നത് 8 വരും ഇല്ല അതിന്റെ പ്രൊഡക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് 672 അപ്പോൾ സപ്പോസ് നമ്മൾ ഈ 4നെ നമ്മൾ എക്സ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 8നെ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് പ്ലസ് 4 എന്ന് എഴുതാമല്ലോ അല്ലേ എക്സ് പ്ലസ് 4 എന്ന് എഴുതാം ശരിയല്ലേ എക്സ് എന്ന് പറഞ്ഞാൽ 4 ആവുകയാണെന്നുണ്ടെങ്കിൽ 8 എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് പ്ലസ് 4 അല്ലേ 4 പ്ലസ് 4 ആണ് അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് ആണ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 672 ആണെന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് 672 അല്ലേ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എത്രയാണ് എക്സ് സ്ക്വയർ വരും എക്സ് ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് 4x വരും ദാറ്റ് ഈസ് ഈക്വൽ ടു 672 അല്ലേ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് എഴുതിയല്ലോ ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ നമ്പേഴ്സ് ഇല്ലേ ഏതൊക്കെയാണ് ആ നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ ഞാനിതിപ്പോൾ 4 8 എന്നുള്ളത് ചുമ്മാ എന്താണ് ഒരു സംഖ്യ പറഞ്ഞെന്നുള്ളൂ കേട്ടോ അപ്പൊ അത് തന്നെ ആവണമെന്നില്ല ഏത് വേണമെങ്കിലും ആവാം ഏതെങ്കിലും അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ ഇപ്പൊ 4ന്റെ 8ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 672 വരുമല്ലോ അപ്പൊ 672 വരുന്ന അടുത്തടുത്ത 4ന്റെ ഏതോ മൾട്ടിപ്പിൾസ് ഉണ്ടാവത്തില്ലേ ഒരു ടൈം കണ്ടുപിടിച്ച് നമുക്ക് അടുത്ത ടൈമും കണ്ടുപിടിക്കാൻ സാധിക്കും ഞാനൊരു സപ്പോസ് എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ആ നമ്പേഴ്സുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത് അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്താ ഞാൻ എക്സ് സ്ക്വയർ പ്ലസ് 4x ഞാനിവിടെ ഒരു 4 ആഡ് ചെയ്തു റൈറ്റ് സൈഡിൽ നമ്മൾ അതുപോലെ തന്നെ 672 പ്ലസ് 4 ആഡ് ചെയ്തു അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ അല്ലെ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ഇത് എത്ര വരും 676 എന്ന് വരും ക്ലിയർ ആയല്ലോ ഓർ എക്സ് പ്ലസ് 2 സ്ക്വയർ റൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 676 വരും അതായത് എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞെങ്കിൽ എത്രയാണ് 676 എന്ന് പറയുമ്പോൾ എത്രയാണ് 26 വരുമല്ലോ ഇല്ലേ അപ്പൊ എങ്ങനെ ആവുകയാണെങ്കിൽ therefore എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞിരിക്കുന്നത് 26 വന്നു ദെൻ എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് 26 പ്ലസ് 2 ഇല്ല അതായത് എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ് 24 എന്ന് വന്നു അപ്പം ഈ ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് 24 ആണ് 24 പ്ലസ് 4 ഇല്ലേ 28 വരും അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 672 വരുന്നത് ശരിയല്ലേ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക് ക്ലിയർ ആവുന്നുണ്ടാ പറഞ്ഞു അപ്പം ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ് 24 ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം the sum of the first n terms of the arithmetic sequence is 3n square plus 2n write the first term what is the sum of the first two terms find the nth term of the sequence അപ്പൊ ഇത്രയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ തന്നെ sum of the first n terms അതായത് sn ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ് 3n square plus 2n എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് s1 കൊടുത്താൽ മതിയല്ലോ അപ്പൊ 3 into 1 square plus 2 into 1 വരും that is equal to 3 plus 2 വരും ഇല്ലേ അപ്പം s1 അല്ലേ സം ഓഫ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് 5 എന്ന് അതായത് സം ഓഫ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ടേം തന്നെയാണ് അതായത് x1 അല്ലേ x1 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് 5 എന്ന് വന്നു ക്ലിയർ ആയല്ലോ ഇനി അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത് ഇത് ഒന്നാമത്തെയാണ് രണ്ടാമത്തെ എന്താണ് വാട്ട് ഇസ് ദ സം ഓഫ് ദി ഫസ്റ്റ് ടു ടേംസ് ആദ്യത്തെ രണ്ട് ടേമിന്റെ ആദ്യത്തെ രണ്ട് പദങ്ങളിലെ തുക കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ടേമിന്റെ തുക നമുക്കറിയാം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിന്റെ തുക നമുക്കറിയാം ഇല്ലേ അപ്പം രണ്ടാമത്തെ ടേമിന്റെ തുക കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി s2 ഇല്ലേ s2 കണ്ടുപിടിച്ചാൽ s2 ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് 3 into 2 square plus 2 into 2 ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 into 4 plus 4 അല്ലേ അപ്പം എത്ര വരും 12 plus 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 എന്ന് വന്നു അതായത് s2 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക മനസ്സിലാകുന്നുണ്ട് ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക എന്നാണ് s2 എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ അത് എത്ര കിട്ടി 16 എന്ന് കിട്ടി ഇനി അടുത്ത എന്താണ് മൂന്നാമത്തത് ശ്രേണിയുടെ എന്നാം പദം കണ്ടുപിടിക്കുക എന്നാം പദം എങ്ങനെയാണ് xn അല്ലേ xn ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് dn പ്ലസ് f മൈനസ് d വെച്ച് നമുക്ക് ചെയ്യാം
ക്ലിയർ ആയല്ലോ? അപ്പം എന്നാ പദം കണ്ടുപിടിക്കണം? നമുക്ക് ഫസ്റ്റ് ടേം നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടി. x1 എന്ന് പറഞ്ഞിരിക്കുന്നത് 5 ആണ് ഇല്ലേ? അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടൈം കണ്ടുപിടിക്കണമല്ലോ. സെക്കൻഡ് ടൈം എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്? ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞിരിക്കുന്നത് 16 തന്നിട്ടുണ്ട്. ആദ്യത്തെ പദം ഏതാണ്? x1. അതായത് x1 പ്ലസ് x2 എന്ന് പറഞ്ഞിരിക്കുന്നത് 16 നമുക്ക് അവിടെ കിട്ടിയായിരുന്നു. ക്ലിയർ ആണല്ലോ? ആദ്യത്തെ പദം 5 നമുക്കറിയാം. x2 കണ്ടുപിടിക്കാമല്ലോ ഇതിൽ നിന്ന്. അപ്പം x2 ഈസ് ഈക്വൽ ടു എത്ര വരും? 16 മൈനസ് 5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 11. അപ്പൊ രണ്ടാമത്തെ പദം എത്രയാണ്? 11 എന്ന് തോന്നും. ക്ലിയർ ആകുന്നുണ്ട്? അപ്പം ഡി കണ്ടുപിടിക്കാമല്ലോ. ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് x2 മൈനസ് x1 ആണ്. x2 11 ആണ്, x1 എത്രയാണ്? 5 ആണ് വന്നത്. അപ്പൊ എത്ര കിട്ടി? കോമൺ ഡിഫറൻസ് നമുക്കിവിടെ 6 വന്നു. ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്നാം പദം കണ്ടുപിടിക്കാമല്ലോ. xn ഈസ് ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞിരിക്കുന്ന 6 ആണ്. എന്നാം പദമാണ്? 6n പ്ലസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇത് അല്ലേ? 5 ആണ്. 5 മൈനസ് കോമൺ ഡിഫറൻസ് 6 ആണ്. അപ്പം 6n മൈനസ് 1 എന്ന് വരും അല്ലെ? 6n മൈനസ് 1 ആണ് എന്നാം പദം എന്ന് പറയുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ വെജിറ്റബിൾ ഗാർഡൻ ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ റെക്ടാംഗിൾ. ഒരു വെജിറ്റബിൾ ഗാർഡൻ റെക്ടാംഗിൾ ഷേപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ലാർജർ സൈഡ് ഈസ് 8 meters ലോങ്ങർ ദാൻ സ്മോളർ സൈഡ്. അതിൽ ലാർജർ സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്മോളർ സൈഡിനേക്കാളും 8 meter കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു റെക്ടാംഗിൾ ഷേപ്പ് കേട്ടോ, റെക്ടാംഗിൾ ഷേപ്പ് ആണ്. ലാർജർ സൈഡ് സ്മോളറിനേക്കാൾ 8 meter കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്മോളർ സൈഡ് നമ്മൾ എക്സ് ആക്കി എടുത്തു. ലാർജർ സൈഡ് എങ്ങനെ വരും? x+8 എന്ന് വരും അല്ലേ? ഏരിയ ഓഫ് ദ ഗാർഡൻ, ഈ ഗാർഡന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 180 കേട്ടോ സ്ക്വയർ മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് ഈ പറഞ്ഞ ഡേറ്റ വെച്ചിട്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതായത് x ഇൻറ്റു x+8 ഈസ് ഈക്വൽ ടു എത്രയാണ്? 180 ആണ് അല്ലേ? അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെയാണ് സാധിക്കും? ഇതിനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് x² പ്ലസ് 8x ഈസ് ഈക്വൽ ടു 180 എന്ന് വന്നു. അപ്പൊ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിയല്ലോ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. ഇനി എന്താണ്? ചതുരത്തിന്റെ വശങ്ങളുടെ നീളം, അതായത് എക്സിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം ഇല്ല? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ x² പ്ലസ് 8x ഇവിടെ നമ്മൾ എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? 16 കേട്ടോ. 16 ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 180 പ്ലസ് 16 കൊടുക്കുക. പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ കേട്ടോ. അപ്പം ഇതിനെങ്ങനെയാണ് സാധിക്കും? x+4 കേട്ടോ. x+4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇത് എത്ര വരും? 196 വരും. അപ്പം x+4 ഈസ് ഈക്വൽ ടു എത്രയാണ്? √196 വരും. ദാറ്റ് ഈസ് x+4 ഈസ് ഈക്വൽ ടു 196 സ്ക്വയർ റൂട്ട് എത്രയാണ്? 14 വരും അല്ലേ? അപ്പം therefore x ഈക്വൽ ടു അല്ലെങ്കിൽ x+4 എന്ന് വെച്ചാൽ 14 വന്നു. ഓർ x ഈക്വൽ ടു എത്രയാണ്? 14 മൈനസ് 4 അല്ലേ? 14 മൈനസ് 4 എന്ന് പറയുമ്പോൾ 10 വരും. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണ്? 10 അല്ലേ? ചതുരത്തിന്റെ വശങ്ങൾ നീളം കണ്ടുപിടിക്കാനല്ല പറഞ്ഞു. അപ്പം ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 10 അല്ലേ? 10 meter ആണ്. അപ്പൊ ഇത് എത്രയായിട്ട് വരും? ഇതെന്ന് പറഞ്ഞിരുന്നത് 10 പ്ലസ് 8 അതായത് 18 വരും കേട്ടോ. 18 meter വരും. ക്ലിയർ ആയല്ലോ? അപ്പം വശങ്ങൾ എത്രയാണ്? സൈഡ്സ് അല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സൈഡ്സ് ആർ എത്രയാണ്? 10ഉം 18ഉം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. One of the perpendicular sides of a right angle is 2 centimeter more than the other. The area of the right angle triangle is 24 square centimeter. Form a second degree equation. Find the length of the sides of the right angle. മുമ്പേ കണ്ട പോലെ തന്നെ നമ്മൾ സ്ക്വയറിന് ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കേട്ടോ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് കേട്ടോ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. Then എന്താണ് പറഞ്ഞിരിക്കുന്നത്? വൺ ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഈസ് 2 centimeter മോർ ദാൻ ദ അതർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഇത് എക്സ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രയായിട്ട് വരും? x+2 ആയിട്ട് വരും. മനസ്സിലാവുന്നല്ലോ? ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 meter സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് ട്രയാങ്കിൾ അല്ലേ? ട്രയാങ്കിളിന്റെ കേസിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? ഏത് ഇക്വേഷൻ ആണ് വരുന്നത്? ഹാഫ് BH ആണ് വരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് x+2 ആണ് അല്ലേ? x ഇൻറ്റു x+2 ഈസ് ഈക്വൽ ടു 24 എന്ന് വരും. ക്ലിയർ ആയല്ലോ? ഇനി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ ഇവിടെ നോക്കുക x² കേട്ടോ. ഞാൻ ഈ 1/2 ഇവിടെ ഉണ്ട്. 1/2 ഇൻറ്റു x² പ്ലസ് 2x ഈക്വൽ ടു 24 എന്ന് വരും. ഈ 2നെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുവാണേ. അപ്പൊ എങ്ങനെയാണ്? x² പ്ലസ് 2x ഈസ് ഈക്വൽ ടു 24 ഇൻറ്റു 2 എന്ന് വരും. ക്ലിയർ ആയോ? അപ്പൊ x² പ്ലസ് 2x ഈസ് ഈക്വൽ ടു എത്ര വരും? 48 എന്ന് വരും. പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം എന്നുണ്ടെങ്കിൽ x² പ്ലസ് 2x ഞാനൊരു 1 ആഡ് ചെയ്തു. ഇവിടെ നമ്മൾ 1 ആഡ് ചെയ്യുമ്പോൾ 48 പ്ലസ് 1 വരും. ഇത് എത്ര വരും? x+1 ഹോൾ സ്ക്വയർ വരും അല്ലേ? ഇവിടെ എത്ര വരും? 49 വരും.
or x plus 1 is equal to root of 49. That is എത്രയാണ് x plus 1 എന്ന് പറഞ്ഞിരിക്കുന്നത് 7 വരും അല്ലേ. അപ്പോൾ നമുക്ക് x അല്ലേ കണ്ടുപിടിക്കണ്ടേ. അതായത് x plus 1 is equal to 7 ആണ്, or x equal to 7 minus 1, that is 6. x എന്ന് പറഞ്ഞാൽ 6 ആണ്, അതായത് ഈ ഒരു സൈഡ് 6 ആണ്. അപ്പം മറ്റേ എത്ര വരും 6 plus 2, അതായത് 8 എന്ന് വരും. മനസ്സിലായല്ലോ. അപ്പം പെർപെൻഡിക്കുലർ സൈഡ്സ് എത്രയൊക്കെ ആയിട്ട് വരുന്നത് 6 ഇല്ലേ. ഇപ്പം മട്ടത്തിനോടുള്ള വശങ്ങളുടെ നീളങ്ങൾ കണക്കാക്കാനല്ല പറഞ്ഞത്. അപ്പം സൈഡ്സ് ആർ എത്രയാണ് 6ഉം അതുപോലെ തന്നെ 8ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ സീക്വൻസ് ഓഫ് ഓൾ 3-digit നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 7. അതായത് 7ന്റെ ഗുണിതങ്ങളായ എല്ലാ 3 അക്ക സംഖ്യകളുടെയും ശ്രേണി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെ ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കണ്ടുപിടിക്കണം. അപ്പോൾ 7ന്റെ ഗുണിതങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 7ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത് 100 ഇല്ല. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 100 കഴിഞ്ഞ് വരും. അതുപോലെ തന്നെ 999 ഇല്ല, 999 ഇടയ്ക്കാണ് ടേംസ് വരുന്നത്. അപ്പോൾ 100 കഴിഞ്ഞ് വരുന്ന 7ന്റെ ഗുണിതം ഭാഗത്ത് എഴുതുക. അതുപോലെ തന്നെ 999 മുന്നേ ഉള്ള അല്ലെങ്കിൽ 999 വരെ അതുവരെയുള്ള ലാസ്റ്റ് ടേമും കൂടെ 7ന്റെ ഗുണിതങ്ങളായിട്ട് ലാസ്റ്റ് ടേമും കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ടൈം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് 100 കൊണ്ടൊന്ന് ഹരിച്ച് നോക്കുക കേട്ടോ. 7 വെച്ച് ഹരിച്ച് നോക്കുക. അപ്പോൾ എത്രയാണ് വരുന്നത് 30 വരും. 7 3 28. റിമൈൻഡർ ഇവിടെ 2 ആണ് വരുന്നത് അല്ലേ. അപ്പം അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ 2വിനോട് കൂടി എത്ര കൂട്ടിയാൽ നമുക്ക് 7 കിട്ടും 5 വരും അല്ലേ. 5 കൂട്ടിയാലാണ് 7 കിട്ടുന്നത് അല്ലേ. 7ന്റെ ഗുണം വരും. അങ്ങനെ ആവുകയാണെങ്കിൽ നമ്മൾ ഇതിനോട് കൂടി 5ഉം കൂടെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതായിരിക്കും അവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് x1 എന്ന് പറഞ്ഞിരിക്കുന്നത് 105 ആണ്. ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. 999 ആണ്. 999 ഡിവൈഡ് ബൈ 7 ചെയ്യുക കേട്ടോ. 7 ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ റിമൈൻഡർ എന്ന് വെച്ചാൽ 5 ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 5നോട് കൂടി നമ്മൾ 2 ആഡ് ചെയ്താൽ ഈ 999 കൂടുതലായിട്ട് വരും. മനസ്സിലാകുന്നുണ്ടോ. അതായത് 1000 കൂടുതലായിട്ട് വരും. അപ്പോൾ നമുക്ക് വേണ്ടതെന്നാണ് 999 ഇടയിൽ നിൽക്കുന്നതല്ലേ. മനസ്സിലാകുന്നുണ്ടോ. അപ്പോൾ റിമൈൻഡർ ഇവിടെ 0 വരണമെന്നുണ്ടെങ്കിൽ 5 മൈനസ് 5 ചെയ്യുക. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ 5 ചെയ്യുക. അതായത് അവിടുത്തെ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് xn ഇല്ലേ. xn എന്ന് പറഞ്ഞിരിക്കുന്നത് 994 വരും കേട്ടോ. 999 മൈനസ് 5 എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത് 994 വരും. അപ്പോൾ അതാണ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്പർ 105ഉം ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് 994 ആണ്. 999 ആണ്. മനസ്സിലായല്ലോ. ഇനി അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ടേംസ് ആർ ദർ ഇൻ ദി സീക്വൻസ്. ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട്. അതായത് എന്നിന്റെ വാല്യൂ ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഫസ്റ്റ് ടേമിനോട് കൂടി ഇല്ലേ എത്ര പ്രാവശ്യം ഡി ആഡ് ചെയ്താലും നമുക്ക് ലാസ്റ്റ് ടേം കിട്ടും. ലാസ്റ്റ് ടേം നമ്മുടെ 994 ആണ് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേമിന്റെ കൂട്ടത്തിൽ നമുക്കറിയാം ഫസ്റ്റ് ടേമിന്റെ കൂട്ടത്തിൽ n-1 ഇല്ലേ n-1 ഇൻറ്റു ഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 994 അതായത് ലാസ്റ്റ് ടേം കിട്ടും. ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് ടൈം നമുക്കറിയാം 105 ആണ്. 105 പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്. ഡി നമുക്കറിയാം 7ന്റെ മൾട്ടിപ്പിൾസ് അല്ല പറഞ്ഞത്. അപ്പം ഡി എന്ന് വെച്ചാൽ 7 ആണല്ലോ. അപ്പം ഇൻറ്റു 7 ഈസ് ഈക്വൽ ടു 994 എന്ന് വരും. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു 7 ഈസ് ഈക്വൽ ടു 994 മൈനസ് 105. അപ്പൊ ഇത് എത്രയാണ് വരുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 889 എന്ന് വരും കേട്ടോ. അതായത് n-1 ഇൻറ്റു 7 എന്ന് പറഞ്ഞിരിക്കുന്നത് 889 വന്നു. n-1 ഈസ് ഈക്വൽ ടു 889 ഹരണം 7 ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 127 വരും. ദെൻ n-1 ആണല്ലോ 127. അപ്പം n ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് 127. ഇവിടെ -1 ആണല്ലോ അത് പ്രത്യേകം +1 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 128. അപ്പൊ എന്നിന്റെ വാല്യൂ അല്ലെ ഹൗ മെനി ടേംസ് 128 ടേം ആണ് ഇവിടെ ഉള്ളത് നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ. ഇനി അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ സം ഓഫ് ഓൾ ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിൽ അതായത് 105 തൊട്ട് 994 വരെ ടേംസുകളുണ്ട്. അപ്പൊ ഉള്ള എല്ലാ ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സമ്മ് കാണാമല്ലോ. എസ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn അല്ലേ. ഇത് വെച്ച് ചെയ്യാമല്ലോ. എന്ന് നമുക്ക് 128 കിട്ടി ബൈ 2 ഇൻറ്റു x1. ഫസ്റ്റ് ടേം 105 ആണ്. ദെൻ എന്ത് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് 994 ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 128/2 എന്ന് പറയുമ്പോൾ 64 വരും. 64 1099 എന്നാണ് വരുന്നത് കേട്ടോ. അപ്പം എൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് 70336 എന്ന് പറയും. സമ്മ് ടോട്ടൽ സമ്മ് എന്ന് പറഞ്ഞിരിക്കുന്നത് 70336 ആണ്.